We shall now discuss about the source of electromagnetic waves. Electromagnetic waves എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിന്റെ സോഴ്സ് എന്താണ്? ഇപ്പോൾ ഒരു സ്റ്റേഷനറി ചാർജ് ആണെങ്കിൽ സ്റ്റേഷനറി ചാർജിൽ നിന്നാണോ വേവ്സ് ഉണ്ടാവുന്നത്? ചാർജ് ആണെങ്കിൽ അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, അല്ലേ? അപ്പോൾ സ്റ്റേഷനറി ചാർജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഒരു മൂവിങ് ചാർജ് അല്ലെങ്കിൽ ഒരു വയറിലൂടെയുള്ള സ്റ്റഡി കറന്റ് ആണെങ്കിൽ നമുക്കറിയാം ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ചുറ്റും there is an electric field and there is also a magnetic field. പക്ഷെ ഒരു സ്റ്റഡി കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ the magnetic field is also steady. ഒരു സ്റ്റഡി മാഗ്നറ്റിക് ഫീൽഡ് ആണ് കറന്റിന് ചുറ്റും ഉള്ളത്. So what is the actual source of electromagnetic wave? It is neither a stationary charge nor is it a steady current. പിന്നെ ഏതാണ് അതിന്റെ സോഴ്സ്? The answer is an accelerating charge. Accelerating charge, or we can say an oscillating charge. Accelerating or oscillating charge ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ സോഴ്സ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഓസിലേറ്റിംഗ് ചാർജ് എവിടെയാണ് ഇതിന്റെ ഒരു ഓസിലേറ്റിംഗ് ചാർജ് അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് കറന്റ് ഉണ്ടാവുന്നത്? ഒരു സീരീസ് LC സർക്യൂട്ടിൽ we have seen that when a charged capacitor is connected to an inductor in series, the charge and the current oscillates between the two components. അല്ലേ? ചാർജ് കറന്റും ഈ രണ്ട് കമ്പോണൻസിന്റെ ഇടയിൽ ഓസിലേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ലെസണിലെ LC ഓസിലേഷൻസിൽ പഠിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സീരീസ് LC സർക്യൂട്ട് ഉപയോഗിച്ച് നമുക്ക് എന്തുണ്ടാക്കാം? ഓസിലേറ്റിംഗ് ചാർജ് ഉണ്ടാക്കാം. ആ ഓസിലേറ്റിംഗ് ചാർജിൽ നിന്ന് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ചാർജ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈസ് ചേഞ്ചിങ് വിത്ത് ടൈം. Whenever the electric field changes with time and space, a magnetic field will be generated. Electric flux changing with time gives rise to a displacement current. അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചു, ഡിസ്പ്ലേസ്മെന്റ് കറന്റിന്റെ ഫോർമുല പഠിച്ചു. എപ്സിലോൺ നോട്ട് d phi by dt. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ചിങ് വിത്ത് ടൈം gives rise to a displacement current, and this displacement current will give rise to a magnetic field. ആ magnetic field it is also varying with the space and time. So one field which is changing with space and time will give rise to the next field. Electric field ടൈമിനും സ്പേസിനും അനുസരിച്ച് മാറിക്കഴിഞ്ഞാൽ it will produce a magnetic field which again changes with space and time. അപ്പോൾ ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിന്റെ റിസൾട്ട് എന്താണ്? ഇറ്റ് ഗീവ്സ് റൈസ് ടു ആൻ ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇറ്റ് ഗീവ്സ് റൈസ് ടു ആൻ ഇലക്ട്രിക് ഫീൽഡ് which is again a varying electric field. അപ്പോൾ one field regenerates the other. ഒന്നിൽ നിന്ന് മറ്റേത് ഉണ്ടാവുന്നു. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് they are produced as a result of an accelerating charge or as a result of a charge that is oscillating. അങ്ങനെ ഒരു ഓസിലേറ്റിംഗ് ചാർജ് ഉണ്ടാക്കാൻ നമുക്ക് ഒരു LC സർക്യൂട്ട് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ can we produce visible light in a laboratory using an AC circuit? നമുക്കറിയാം വിസിബിൾ ലൈറ്റിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസി ഉള്ള വിസിബിൾ ലൈറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ ഫ്രീക്വൻസി 6 × 10⁻14 ഹെർട്സ് ആണ്. 10⁻14 ഹെർട്സ് ആണ് ഫ്രീക്വൻസി. പക്ഷെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കമ്പോണൻസ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഫ്രീക്വൻസി ഇറ്റ് ഈസ് ഓൺലി 10⁻11 ഹെർട്സ്. ഇങ്ങനെ എല്ലും സിയും ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ലബോറട്ടറിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന electromagnetic wave in the frequency is only 10⁻11 hertz, and that comes under the category of radio waves. And this experimental production of radio waves in the laboratory was first done by Heinrich Hertz in the year 1887. അപ്പോൾ 1887 ഹെൻറിച്ച് ഹെർട്സ് ഒരു LC സർക്യൂട്ട് ഉപയോഗിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആദ്യമായിട്ട് എക്സ്പെരിമെന്റൽ ഡെമോൺസ്ട്രേഷൻ നടത്തിയത് ഹെർട്സ് ആണ്. അതിനുശേഷം ഇന്ത്യൻ സയന്റിസ്റ്റ്
Jagadish Chandra Bose, he also produced electromagnetic waves. അത് അതിന്റെ frequency radio wave ഈ റേഞ്ചിലുള്ള frequency തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത് in the laboratory. പക്ഷേ ഈ രണ്ട് എക്സ്പെരിമെന്റ്സും ലബോറട്ടറിയിൽ കൺഫൈൻഡ് ആയിരുന്നു. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്ത് ലോങ് ഡിസ്റ്റൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തത് ആരാണ്? ഇറ്റ് വാസ് ഗുഗ്ലിയെൽമോ മാർക്കോണി. Guglielmo Marconi in Italy. He produced electromagnetic waves and transmitted them to a distance of several kilometers. അതുകൊണ്ടാണ് നമ്മൾ ഇൻവെന്റർ ഓഫ് റേഡിയോ എന്നുള്ള ടൈറ്റിൽ മാർക്കോണിക്ക് കൊടുത്തിരിക്കുന്നത്. മറ്റേ രണ്ടുപേരും ഹേർട്സും ജെ.സി. ബോസും ലബോറട്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ അതിനെ ട്രാൻസ്മിറ്റഡ് ഓവർ ലോങ് ഡിസ്റ്റൻസ് ചെയ്തത് മാർക്കോണിയാണ്. സോ ഹി ഈസ് നോൺ ആസ് ദ ഇൻവെന്റർ ഓഫ് റേഡിയോ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആക്സിലറേറ്റിംഗ് ചാർജ് ഓർ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ ചാർജ് ദാറ്റ് ഈസ് ഓസിലേറ്റിംഗ്. ഓസിലേറ്റ് ചെയ്യുന്ന ചാർജിൽ അവിടെ ആക്സിലറേഷൻ വരുന്നുണ്ട് ചാർജിന്റെ. അപ്പോൾ ചാർജ് റെസ്റ്റിലാണെങ്കിൽ അല്ലെങ്കിൽ ചാർജ് യൂണിഫോം മോഷനിലാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫീൽഡേ പ്രൊഡ്യൂസ്ഡ് ആവുന്നുള്ളൂ. നമുക്ക് ഇവിടെ ആവശ്യം ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ we need a charge that is accelerating, and the frequency of the electromagnetic wave generated will be equal to the frequency of oscillation of the charge. Charge ഏത് ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യുന്നോ ആ ഫ്രീക്വൻസിയിലായിരിക്കും ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ആ ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് പ്രൊഡ്യൂസ്ഡ് ആവുന്നത്. So frequency of the electromagnetic wave produced is equal to the frequency of oscillation of charge. Next we shall see what is the nature of electromagnetic wave. So in an electromagnetic wave there is an electric field and also a magnetic field. One is regenerating the other. Self-sustained oscillation ആണ്. ഒരു മെറ്റീരിയൽ മീഡിയം ഇല്ലാതെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഒന്ന് മറ്റൊന്നിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സപ്പോസ് ദ വേവ് ഈസ് ട്രാവലിംഗ് ഇൻ ദ Z ഡയറക്ഷൻ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ Z ആയിട്ട് എടുക്കുന്നു. Then this is the X direction and we take this as the Y direction. Then in an electromagnetic wave there is both the electric field and the magnetic field. And what is the nature of electromagnetic wave? അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ in an electromagnetic wave the electric and magnetic fields are perpendicular to one another and both of them are perpendicular to the direction of wave propagation. Wave propagate ചെയ്യുന്നത് Z ഡയറക്ഷനിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് X ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ X Z പ്ലെയിനിലാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുന്നത്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് എങ്കിൽ suppose this is the electric field and the equation of this field is Ex is equal to E0 sin kz minus omega t. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. വേവ് പോകുന്നത് Z ഡയറക്ഷനിലും it is confined to the xz plane. E0 sin kz minus omega t. k യും ഒമേഗ അതൊക്കെ നമുക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഇൻ ദ Y ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അപ്പോൾ YZ പ്ലെയിനിലാണ് ഇനി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കുക. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ആൻഡ് ദി ഇക്വേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി റിട്ടൺ ആസ് B0 sin kz. ഇത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ Z ആയതുകൊണ്ട് ഇവിടെ രണ്ടവിടെയും kz തന്നെയാണ് മൈനസ് ഒമേഗ ടി. അപ്പോൾ Z ഡയറക്ഷനിൽ വേവ് പോകുന്നു. ഇലക്ട്രിക് ഫീൽഡ് X ഡയറക്ഷനിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ദ Y ഡയറക്ഷൻ. ഇനി ഇതിലെ K എന്ന് പറയുന്നത് K ഈസ് കോൾഡ് ദ വേവ് വെക്റ്റർ ഓർ പ്രൊപ്പഗേഷൻ വെക്റ്റർ. K ഈക്വൽ ടു 2π by lambda. ഇത് ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് ആണ്. K is the wave vector or propagation vector. 2π by lambda. Lambda you know is the wavelength of the wave. ഇനിയുള്ളത് ഒമേഗയാണ്. ഒമേഗ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആംഗുലാർ ഫ്രീക്വൻസി, ആംഗുലാർ വെലോസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ റൊട്ടേഷണൽ മോഷനിൽ we use omega as angular velocity or it is the angular frequency, and the equation of
ഒമേഗ ഈസ് 2 പൈ ബൈ ടി അല്ലെങ്കിൽ 2 പൈ ന്യൂ ആണ് ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ദ വേവ്. Now the next relationship is the velocity of the wave is equal to omega by k. അപ്പോൾ ഈ ഫോർമുലയും ഇമ്പോർട്ടൻ്റ് ആണ്. വേവ് വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് സി എന്നുള്ള ഇപ്പോൾ വാക്വത്തിലൂടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാവൽ ചെയ്യുമ്പോൾ വെലോസിറ്റി സി ആണ്. സി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ. സോ ഫ്രം ദിസ് we can substituting the values of both omega and k in this equation, we will get c is equal to omega എന്നുള്ളതിന് പകരം 2 pi nu substitute ചെയ്തു, k എന്നുള്ളതിന് പകരം 2 pi by lambda substitute ചെയ്തു. അപ്പോൾ 2 pi ക്യാൻസൽ ആയി, ഈ 1 by lambda എന്നുള്ളത് മുകളിലേക്ക് വരും അല്ലേ. അപ്പോൾ c is equal to nu lambda. ഇത് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. വെലോസിറ്റി c is equal to nu frequency into wavelength. c is equal to nu lambda. ഇനി നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് വെലോസിറ്റിക്ക് വേറൊരു ഫോർമുല കിട്ടിയിട്ടുണ്ട്. c is equal to 1 by root of mu naught epsilon naught. അപ്പോൾ ഈ ഫോർമുലയാണ് the formula connecting magnetism, electricity and optics. Light is an electromagnetic wave. നമ്മൾ കൺക്ലൂഡ് ചെയ്യാനുള്ള കാരണം ഇത് രണ്ടിന്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 into 10 raised to 8 ഈ 1 by mu naught 1 by root of mu naught epsilon naught കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 3 into 10 raised to 8 meter per second ആണ്. and that is equal to the velocity of light in vacuum. ആ കാരണം കൊണ്ടാണ് നമ്മൾ ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് എന്നുള്ളത് ഉറപ്പിച്ചത്. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ രണ്ട് ഇക്വേഷൻസ്, ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻസ് പഠിക്കണം. പിന്നെ we should know what is k, what is omega and the relationship between them. c equal to omega by k, c is equal to nu lambda, also c equal to 1 by root of mu naught epsilon naught. ഇനി what is the relationship between E0 and B0 അതുകൂടെ വരുന്നുണ്ട്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ we have E0 is equal to E0 ആണ് ഇതിലെ വലിയ ക്വാണ്ടിറ്റി. E0 is equal to C times B0 or we can say E0 by B0 equal to C. ഇലക്ട്രിക് ഫീൽഡ് ആണ് പ്രോമിനന്റ് ആയിട്ടുള്ളത്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് കൂടുതൽ സ്ട്രെങ്ത് ഉള്ളതും പ്രോമിനന്റ് ആയിട്ടുള്ളതും. അപ്പോൾ E0 by B0 equal to C. C പറയുന്നത് 3 into 10 raised to 8 ആണ് അല്ലേ. അപ്പോൾ E0 എന്ന് പറഞ്ഞാൽ it is C times B0. അതേപോലെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് it can carry energy as well as momentum. എനർജി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് U എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. momentum is denoted by P. ഇനി അത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് U is equal to PC ആണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ the relationship between energy and momentum. Energy is C times the momentum. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് ധാരാളം എനർജി ഉണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്യാം അല്ലെ. വെയിലത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സണ്ണിന്റെ എനർജി ഫീൽ ചെയ്യാം. അതേസമയം ഈ മൊമെന്റം ട്രാൻസ്ഫേർഡ് ബൈ ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് നമുക്ക് ഫീൽ ചെയ്യാം. കാരണം മൊമെന്റം നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുക? മൊമെന്റം പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഡിയേഷൻ പ്രഷർ. ആ റേഡിയേഷൻ പ്രഷർ നമ്മുടെ കൈകളിൽ ഫീൽ ചെയ്യുന്നില്ല. ബിക്കോസ് ഇറ്റ് ഈസ് വെരി സ്മോൾ. യു ബൈ സി ആണ് പി അല്ലെ. ഇതിനെ ആ എനർജിനെ ബൈ 3 into 10 raised to 8 ചെയ്താലാണ് പി കിട്ടുക. അപ്പോൾ മൊമെന്റം transferred or the radiation pressure is very small, whereas the energy is very large. ഇനി ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എനർജി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് നമുക്കതിനെ കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ the great technological importance of electromagnetic wave stems from their ability to carry energy from one place to another. The radio and TV signals from broadcasting station carry energy. അതേപോലെ തന്നെ സണ്ണിൽ നിന്നുള്ള എനർജി എർത്തിലേക്ക് എത്തുന്നത്
ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എനർജി ക്യാരി ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളതുകൊണ്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് because of the ability of the electromagnetic waves to carry energy that life is possible on earth.